ദൈവത്തിന് സ്തുതി പറഞ്ഞ് സ്രാങ്ക് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മിപ്പോൾ ഏകദേശം ഒരു മാസത്തിന് മേലായി ബോട്ട് പണിക്ക് പോയിട്ടേട്ടാ. അതായത് ഫുള്ള് പണി മോശമാണ്. അപ്പോൾ എന്തായാലും കുറേ നാൾക്ക് ശേഷം നമ്മ ഇന്ന് പോവുകയാണ്. ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ ശിവരാത്രി തക്കത്തിൽ മീനുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മ മനസ്സിൽ കണ്ടാണ്ട് പോണത്. അപ്പോൾ സ്പീഡ് പണിയാണ് എടുക്കണം. നേരെ നമ്മുടെ ഗ്രൗണ്ടിലേക്കാണ് പോണത്. ഹേ നമസ്കാരം, ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളിടുന്ന വലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറയുടെ മുകളിലാണ് ഇടുന്നത്. അതായത് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിലുള്ളൊരു പാറയാണ്. അപ്പോൾ ഈ പാറയുടെ മുകളിൽ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ നല്ല മീനുകളുണ്ടാവും. കലവി ഉണ്ടാവും, ഹമൂർ ഉണ്ടാവും, അതുപോലെ നമ്മുടെ ശീലാവ്, ഊളാവ്, അങ്ങനത്തെ ഇഷ്ടംപോലെ മീനുകളുണ്ടാവും. ബോർഡിളക്കി റോപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ട് ഈ കാണുക. അപ്പോൾ ഈ പാറക്കൂട്ടത്തിൻ്റെ ഇടയിലുള്ള മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടമായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പിടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പമ്പതായിരിക്കും കിട്ടിക്കഴിഞ്ഞാലല്ല. ചിലപ്പോൾ നമുക്കൊന്നും കിട്ടിയെന്നും പറയും. ചിലപ്പോൾ എണ്ണക്കാശ് പോലുള്ള മീൻ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് രാവിലെ വല പിടിക്കാൻ നേരത്ത് കാണാം. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. അവിടെ നമ്മൾ വല എടുക്കാൻ വേണ്ടി തുടങ്ങിയാണ്. ഒരു 2 മണിക്കൂറോളം നമ്മൾ വലിച്ചിട്ടുണ്ടാവും. 2-3 മണിക്കൂറോളം വല വലിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെ മീനാണുള്ളത് നമുക്ക് നേരെ വല എടുക്കാൻ നേരത്ത് കാണാൻ പറ്റോട്ടെ. നോക്കാം നമുക്ക് എന്തൊക്കെ ഉണ്ടാവുമെന്ന്. ഇത് നോക്കിയ കടലിൻ്റെ ആ ഒരു തെളിച്ചം കണ്ട. കടലിൻ്റെ അടിയിൽ നിന്ന് ബോർഡ് കയറി വന്നാൽ നമുക്കിങ്ങനെ നോക്കുമ്പോഴേ കാണാൻ പറ്റൂട്ടാ. ഇത് കണ്ട, ബോർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, വലനെത്താത്താൻ വേണ്ടി ഉപയോഗിക്കണം എന്നാണ്ട. അതുപോലെ ഈ ബോർഡ് കടലിൽ ചെളിയിൽ ഇങ്ങനെ തട്ടി വരുമ്പോൾ ചെളി, അതായത് അടി കലങ്ങിയായിരിക്കുള്ളൂ വന്നത്. അപ്പോൾ ഈ മീനുകൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് പേടിച്ചിട്ട് നേരെ ഓടിച്ചെല്ലണത് നമ്മുടെ വലയുടെ ഉള്ളിലേക്കായിരിക്കുള്ളത്. കാരണം ഈ ബോർഡിൻ്റെ അടിവശത്ത് നോക്കാൻ നേരത്ത് അറിയാൻ പറ്റും ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞിങ്ങനെ വന്നേക്കണ പാടുണ്ടാവും അതിൽ. കടലിൽ നമ്മൾ വലയിട്ട് വല വലിച്ചേറ്റ് ചരക്കൂട്ടിക്കണവരുള്ള ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കണ പോലെയാണ്. കാരണം എന്തൊക്കെ മീനുണ്ടാവും, മീനുണ്ടോ അല്ലെങ്കിൽ ഇല്ല, എന്തെങ്കിൽ നമ്മൾ ഇപ്പോൾ വലിച്ച ആ ഡീസൽ ചിലവ് പോയാൽ ഡീസൽ നഷ്ടമാണോ കടമാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയിലായിരിക്കുള്ളൂ നമ്മൾ. അപ്പോൾ എന്തായാലും എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ശരിക്കും ഈ പറഞ്ഞ ബോട്ട് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന സംഭവമാണ്. കാരണം ഒട്ടുമിക്ക ആളുകൾക്കും, എല്ലാവർക്കും അല്ല, ഒട്ടുമിക്ക ആളുകൾക്കും പണി മോശമാണ് ഭയങ്കര. വല വലിച്ചു കയറ്റാൻ നേരത്ത് വലയിനകത്തുള്ള ആ ഒരു ലോഡ് കണ്ടപ്പോൾ വിചാരിച്ച് എന്തെങ്കിലും വലിയ കട്ട മീൻ കയറിക്കണെന്ന്. പക്ഷേ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മക്കളെ മനസ്സിലായത് മൊത്തം അക്കിടിയാണ്. അങ്ങ് ദൂരെ കൂടി കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഷിപ്പും ഉണ്ട്. അക്കിടി എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് കടലിൽ ചിലർ ചെയ്തു വെക്കണ പരിപാടിയാണ്. ഈ കണവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ കൊലഞ്ഞിലും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുപ്പി മണ്ണൊക്കെ നിറച്ചിട്ട് നമ്മുടെ കടലിൽ കൊണ്ടുവന്നിടും. കടലിൽ കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ആ നമ്പർ ഇട്ട സ്ഥലം GPS-നകത്ത് അവർ മാർക്ക് ചെയ്യും. അപ്പോൾ ഈ കണവ വന്നിട്ട് എന്ത് ചെയ്യും, ഈ കൊലഞ്ഞിൽ അല്ലെങ്കിൽ ഈ അക്കിടിയിൽ വന്നിട്ട് മുട്ടയിട്ട് വെക്കും. മുട്ടയിട്ട് വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടയിടുന്ന കണവനെ പിടിക്കാൻ, അല്ലെങ്കിൽ ഇത് മുട്ട വലുതായി കഴിയുമ്പോൾ ഇത്ര മാസം പിടിക്കുമെന്ന് അവർക്കറിയാൻ പറ്റും. എന്നിട്ട് അവർ ഈ സാധനത്തിനെ ചൂണ്ടിയിട്ട് പിടിക്കും. അതെ, കണവ മുട്ട കണ്ടിട്ടില്ലാത്തവരുണ്ട് കേട്ടോ. ഇതാണ് കണവ മുട്ടയെന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനത്തിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നിടത്തോളം കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്പറൊക്കെ ഇട്ട് പോകും. പക്ഷേ ബോട്ടുകാർ വല വലിച്ച് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലയിനകത്ത് ഈ അക്കിടി മൊത്തം കയറി വരും. അപ്പോൾ ആർക്കൊന്നും ഇല്ലാണ്ട് ഈ കടൽ വെറുതെ നശിച്ചു പോയാണ്. കാരണം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കാണ് നമുക്ക് ഈ അക്കിടിയിൽ ഇവർ കെട്ടിയിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു 4-5 കുപ്പി ഉണ്ടാവും, പിന്നെ അതുപോലെ കൊലങ്ങിൽ, പിന്നെ ചാക്ക് മണ്ണിൻ്റെ ഇത്രയും സാധനങ്ങളാണ് കെട്ടിയിരുന്നത്. അപ്പോൾ അതായത് നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് ഈ ഒരു നെയ്മീനൊക്കെ ഇട്ടിരുന്നിട്ട് ആ നെയ്മീൻ എടുത്ത് മാറ്റുകയാണ്. അതുപോലെ ഏറ്റവും വലിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഈ കൊലഞ്ഞിലും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റലാണ്. കാരണം വല ലോഡ് പിടിച്ചിട്ട് വല കുറേയൊക്കെ കീറിപ്പോയി, കുറേ മീനുകളൊക്കെ അങ്ങനെ പോയിട്ടാണ്. ഇനി എന്തൊക്കെ മീനുണ്ടെന്നുള്ളത് നമുക്ക് കോടൻ്റെ കയറി വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അതെ, ചെമ്പാൻ ഇറക്കാന്നൊക്കെ പറയട്ടത് കണ്ട. ഇതാണ് നമ്മുടെ നെയ്മീൻ. അതെ,
ചിലവിനുള്ള മീൻ പോലും കിട്ടിയില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ അതേ നോക്കുമ്പോൾ അറിയാൻ പറ്റും, കുറച്ച് വറ്റിയുണ്ട്, പിന്നെ ഒരു ബോക്സ് ചെമ്പാനുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഊളാവ്, അങ്ങനെ പാറയുടെ മുകളിലൊക്കെ നല്ല മീനുകളൊക്കെ ഉണ്ട് കൂടുതലുള്ളത്. പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള 2 ജെല്ലി ഫിഷിനെ കിട്ടിയിരുന്നുണ്ട്. ഇതങ്ങനെ ഇടയ്ക്കിടയ്ക്കേ കാണാറുള്ളൂ, ഈ സാധനത്തിന് എപ്പോഴും കാണാറില്ല, ചൊറിയൊന്നും ഇട്ടത് കൈമ കൊണ്ടാലും. അപ്പോൾ ഇതുപോലത്തെയൊക്കെ ജെല്ലി ഫിഷിനെ കിട്ടിക്കഴിഞ്ഞാൽ വേണമെന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിട്ട്, അപ്പോൾ പുള്ളിക്കാരത്തേക്ക് വേണ്ടി നമ്മൾ അത് മാറ്റി വെച്ച്. കാരണം വേറൊന്നുമല്ല, അവർക്ക് എന്തോ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വലയിൽ നിന്ന് നല്ല പിടപെടക്കണം ഒറ്റക്കുട്ടന്മാരെടുത്ത് നേരെ കറിക്ക് വേണ്ടിയിട്ട്. വേറൊന്നുമല്ല, രാവിലെ തന്നെ ചോറ് റെഡിയായി, പക്ഷേ കറിക്കായിട്ടുള്ള മീൻ നമ്മൾ വല വലിച്ച് കയറ്റിയിട്ട് വേണം അതിൽ നിന്ന് എടുക്കാനായിട്ട്. അപ്പോൾ അളിയൻ്റെ വറ്റനെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നല്ല ചൂട് ചോറും വറ്റക്കറിയും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കട്ടെ. അത് നല്ല പെടക്കണ വറ്റായിരുന്നു. വല കയറി ചരക്കൂട്ടിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ആകെ ഷോക്കായിപ്പോയി. കാരണം പ്രതീക്ഷ അത്രയും മീനുമില്ല, ചിലവിനുള്ള പണി പോലും ഇല്ല. ഇങ്ങനെ കടൽ കരിഞ്ഞ് എന്ത് ചെയ്യുന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എല്ലാവർക്കും. അങ്ങനെ നേരെ കിട്ടിയ മീനുകളെല്ലാം നേരെ സ്റ്റോർ ചെയ്യാനായിട്ട് കൊണ്ടുപോവേണ്ട. പക്ഷേ നമുക്ക് നോക്കാം, എന്തായാലും കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. അപ്പോൾ എന്തായാലും കിട്ടിയ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ കാണണം. ഒരു ബോക്സ് അറക്ക കുറച്ചാണുള്ളത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മിക്സർ, ഉളാവ്. മിക്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വക മീനുകൾ ഇങ്ങനെ അടക്കി വെച്ച് കഴിഞ്ഞാൽ മിക്സർ എന്ന് പറയണത് കണ്ട. അതിനകത്ത് അയില ഉണ്ടാവും, പിന്നെ പൊത്തലുണ്ടാവും, അങ്ങനെ പല മീനുകളുണ്ടാവും. അപ്പോൾ അതെ, നന്നായിട്ട് നമ്മുടെ വറ്റക്കുട്ടന്മാരെ കഴുകിയുടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആൻറ്റിച്ചേട്ടൻ അവിടെ ഉള്ളിൽ ഇത് ഇനി നേരെ കൊണ്ടുപോയി അങ്ങോട്ട് ഇട്ടാൽ മതി. കാരണം ഗ്രേവിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പേരാണ് നമുക്കുള്ളത്. ഒരാൾ മീൻ വെട്ടാനും അപ്പുറത്തെ ആൾ അപ്പോൾ നേരെ കുക്ക് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ടുണ്ടാവും. ടക്ക എന്നും പറഞ്ഞ് ഒച്ചേക്കണ വേറൊന്നുമല്ല, നമ്മുടെ ജനറേറ്റർ അടിച്ചിട്ടേക്കേണ്ട. ഞാനിവിടെ പറഞ്ഞില്ലേ നമ്മുടെ മീൻകറിയുടെ ആ ഒരു ഗ്രേവി ഇവിടെ റെഡി ആയിരിക്കുള്ളൂ. ഇനി നേരെ ആ ഒരു മീൻ കഴുകി വൃത്തിയാക്കിയ മീൻ കൊണ്ടുവന്നിട്ട് നേരെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റ് മീൻകറി ഉഷാറായിട്ടാണ്. ഒരു മാസത്തോളമായല്ല കടലിലേക്ക് വന്നിട്ട്. അപ്പോൾ പാത്രത്തുമ്മേക്ക് മറ്റേ തുരുമ്പിൻ്റെ ചെറിയൊരു അംശം വന്നിട്ട്. അപ്പോൾ ആൻറ്റിച്ചേട്ടൻ നന്നായിട്ടത് സോപ്പ് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള പ്ലേറ്റ് ആണ്. അപ്പോഴേക്കും ഇവിടെ നല്ല വറ്റക്കറി, ഞാൻ പറഞ്ഞില്ലേ 10-15 മിനിറ്റ് അതിനുള്ളിൽ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അളിയന്തായിട്ട് ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പൂണിട്ട് ഇളകി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ചുകാന്ന് ചുമന്നിരിക്കണ അടിപ്പം കറിയണ്ട. ഫ്രഷ് മീനാണ്, ഫ്രഷ് മീൻ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരെ സ്രാങ്കിനാണ് ഭക്ഷണം കൊടുക്കുന്നത്. കറിക്ക് ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ വല്ല ചൂണ്ടിടാനായിട്ട് പൊടിഞ്ഞിപ്പോഴോ ഉലുവാശി എന്തെങ്കിലും ചോദിക്കാനായിരിക്കുള്ളൂ. അപ്പോൾ അതേ സ്രാങ്ക് വിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വള്ളം വന്നതും കണ്ട് വന്ന സ്പീഡിൽ തന്നെ തിരിച്ചു പോകണതും കണ്ട് എന്താണ് സംഭവം മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് ഇവരാണ് ഈ വള്ളത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ അക്കിടിയെല്ലാം നമ്മുടെ കടലിലിടുന്ന ആൾക്കാർ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ നിന്ന് പച്ചത്തെറി തുടങ്ങി. കാരണം വേറൊന്നുമല്ല, വലയും കീറിപ്പോയി, വല വലിച്ചേറ്റാനും പാടിട്ട് അങ്ങനെ അവസാനം ആ ഒരു തെറിയേട്ടാണ് അവർ വിട്ടുകളഞ്ഞത്. അങ്ങനെ നേരെ സ്രാങ്ക് ആങ്കർ തട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഇനി വൈകിട്ടാണ് വല വലിക്കണേന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ ആർക്കും തിരിവില്ല. നേരെ നമ്മുടെ ആങ്കർ എടുത്തിട്ട് കടലിലേക്ക് ഇടുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. അപ്പോൾ ഈ ആങ്കർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇത്രയും 5 നാക്കുകളാണ് അതിൻ്റെ ആ ഒരു ഓരോ സൈഡിൽ കാണുന്നത്. ഈ നാക്കുകൾ നേരെ കടലിൻ്റെ അടിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആങ്കർ ചരിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ ബോട്ട് ഇതിനെ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഇതിനെ മണ്ണിൽ കുത്തിരുത്തിയാണ് നമ്മുടെ ബോട്ട് ഇങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ നിൽക്കണേട്ടാ. ബോട്ട് അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാലും കറങ്ങൽ, കാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബോട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും അതനുസരിച്ച്, കാറ്റിനനുസരിച്ച്. അപ്പോൾ അത് നേരെ നല്ല നീലക്കടലിലേക്ക് നമ്മുടെ ആങ്കർ തട്ടിയിടുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. അപ്പോഴേക്കും അളിയനിവിടെ ചോറ് വിളമ്പിട്ടാ. അപ്പോൾ ഇനി എന്തായാലും വൈകുന്നേരം നമ്മൾ വലയിടുള്ളൂ. അപ്പോൾ ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാട്ടാ. ഒരാൾക്ക് 3 മീൻ കഷ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും തകർക്കാം. അപ്പോൾ ആ ചോറും മീൻ കറിയൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ വീണ്ടും ഒരു കിടുക്കാച്ചി എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. ടാറ്റാ. Okay,